ഈ ഫ്രണ്ടുള്ള ജീപ്പ് പോലും കയറി വരികയില്ലാത്തവർക്ക് എൻ്റെ കൊച്ചുങ്ങളെ നിങ്ങൾ ഇത് എങ്ങനെ പഠിച്ചുകൊണ്ട് ഓട്ടോമാറ്റിക് ആണ്, കംഫർട്ടബിൾ ആണ്. പക്ഷേ ജിമ്മിയുടെ കേസിൽ ഇത് കഴിഞ്ഞിട്ടാണ് കമ്പനി ഒരു ഇടിവെട്ട് സാധനം ഓഫർ കൊണ്ടുവന്നത്. ഓഫർ കൊണ്ടുവന്നു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ചങ്കില് കാർ വില എടുക്കില്ലായിരുന്നു അല്ലേ? കാർ എടുത്ത് ഇത്രയും കാശ് മുടക്കി ജീപ്പ് കഴിഞ്ഞു. ഞാൻ പറഞ്ഞ ആ ജീപ്പിൽ കയറി നോക്കി. ആപ്പ് പക്ഷേ ഫോർ ദിസ് ഇറ്റ്സ് നോട്ട് ബ്രീക്കൺ. I have to purchase. That cost me നെഗറ്റീവ്സ് കാര്യങ്ങൾ ചോദിക്കുന്നതിലൊരു നെഗറ്റീവാണ് ഇപ്പോൾ പറഞ്ഞതെങ്കിലും ബാക്കി നെഗറ്റീവ്സ് എന്തൊക്കെ ഇത്രയും കിലോമീറ്റർ ഓടിച്ചിട്ട് ജിമ്മിയിൽ ഫീൽ ചെയ്യും? സുസുക്കി ജിമ്നി ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇടാൻ പറ്റിയത്. ഇപ്പോൾ ഇറങ്ങിയിട്ട് കുറച്ച് കാലമായില്ലേ, അപ്പോൾ നിങ്ങൾക്കൊരു ചെറിയ ലോങ് ടേം എക്സ്പീരിയൻസ് അറിയണമെന്ന് താല്പര്യം ഉണ്ടായിരിക്കും. നമ്മൾ ഇറങ്ങിയപ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇതൊരു 10,000 കിലോമീറ്റർ അടുപ്പിച്ചാകാറായിട്ടുള്ള ജിമ്നിയാണ്. അപ്പോൾ ഇതിൻ്റെ യൂസർ എക്സ്പീരിയൻസിനായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അധികം ഇൻട്രോ പറഞ്ഞ് നീട്ടുന്നില്ല. ഓഫ് റോഡിങ് രാജാവായി നമ്മുടെ താറൊക്കെ നിലനിൽക്കുന്ന സമയത്താണ് നമ്മുടെ ജിമ്നി 5 ഡോറുമായിട്ട് വന്നത്. 5 ഡോർ താറും വരുന്നുണ്ട് പുറകെ, എങ്കിലും ജിമ്നി അതിന് മുന്നേ 5 ഡോറായിട്ട് എത്തിയിരിക്കുന്നു. അപ്പം ഇതിൻ്റെ ലോങ് ടേം എക്സ്പീരിയൻസിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ യൂസിന് പറയാനുണ്ടെന്ന് ചോദിക്കാം. ഇത്രയും കിലോമീറ്റർ യൂസ് ചെയ്തിട്ട് സർവീസ് കോസ്റ്റും അതുപോലെ മൈലേജും എല്ലാം നമ്മൾ എടുത്ത് ചോദിക്കുന്നുണ്ട്. എന്തുമാത്രം പ്രാക്ടിക്കലാണ് ഈ വെഹിക്കിൾ എന്നുള്ള കാര്യം നമ്മൾ ചോദിക്കുന്നുണ്ട്. അതിനായിട്ട് യൂസറിനെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. ഇതാണ് നമ്മുടെ ജിമ്നിയുടെ യൂസർ പ്രവീൺ എന്നാണ് ചേട്ടൻ്റെ പേര്. ഹായ് ചേട്ടാ. ഹായ്, വെൽക്കം ടു അവർ ചാനൽ. താങ്ക് യു. എന്ത് ചെയ്യുന്നു ചേട്ടൻ? ഞാൻ ആക്ച്വലി IT ആണ് ബൈ പ്രൊഫഷൻ. ഓക്കെ. അപ്പം ബാംഗ്ലൂരാണ്. ഓക്കെ. HP വർക്ക് ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ ജിമ്നി എടുത്തു, അതിൻ്റെ എക്സ്പീരിയൻസ് ആണ് അറിയേണ്ടത്. നമ്മൾ ജിമ്നിയുടെ ഫസ്റ്റ് ഇംപ്രഷൻ പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്രയും കിലോമീറ്റർ, കുറച്ച് കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇപ്പം ഇത് വാങ്ങിയിട്ട് എത്ര നാളായി? സെപ്റ്റംബറിലാണ് എൻ്റെ ഡെലിവറി. ഓക്കെ. അപ്പോൾ എത്ര കിലോമീറ്റർ ഓടിച്ചു? 8,000 പ്ലസ് ആയി ഓടിച്ചിട്ടുണ്ട്. അപ്പം 2 സർവീസ് കഴിഞ്ഞു. 2 സർവീസ്, ഇപ്പം 3rd ഇപ്പം വരുവാണ്. ഓക്കെ. അപ്പം എന്തുകൊണ്ടാണ് ജിമ്നി എടുത്തതെന്നുള്ളതാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. വേറെ വണ്ടി ഉപയോഗിക്കുന്നുണ്ടോ? എങ്ങനെയാണ് ഇതിലോട്ട് സോർട്ട് ഔട്ട് ചെയ്ത് ജിമ്നിയിൽ ചൂസ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ? ഇതിന് മുന്നേ ഞാൻ ഡിസയർ ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. അത് ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആയിരുന്നു. ഓക്കെ. ആക്ച്വലി എനിക്ക് ഓട്ടോമാറ്റിക്കിനോട് താല്പര്യം കുറവാണ്. എന്നുവെച്ചാൽ എൻ്റെ ഒരു മാനറിസം വെച്ചിട്ട് മാനുവലാണ് എനിക്ക് കംഫർട്ടബിൾ. പിന്നെ അത് മാത്രമല്ല, അതിന് മുന്നേ യൂസ് ചെയ്തിരുന്ന മാനുവലായിരുന്നു. പക്ഷേ എൻ്റെ ഫാദറിന് വേണ്ടിയാണ് ഓട്ടോമാറ്റിക് ചൂസ് ചെയ്ത ആ വണ്ടി. അപ്പോഴെല്ലാം എനിക്ക് ഒരു സീറ്റിംഗ്, ഒരു വിസിബിലിറ്റി എനിക്ക് എപ്പോഴും ഇല്ലായിരുന്നു. അപ്പോൾ എനിക്കൊരു ഇതായിരുന്നു. പക്ഷേ ഞാൻ താറ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഫൺ ഡ്രൈവിംഗ് ആയിരുന്നു. അപ്പോൾ അത് ഇങ്ങനെ ഹോൾഡ് ചെയ്തപ്പം ആണ് ഈ ജിമ്നി അവിടെ ലോഞ്ച് ചെയ്തത്. ഇവിടെ ഇൻ്റർനാഷണൽ 5th ജനറേഷൻ സ്റ്റാർട്ട് ചെയ്തു. അത് 3 ഡോർ ആണെന്ന് പറഞ്ഞു. അത് സമയത്ത്. അതെ. അപ്പം ഞാൻ ഇതിനു മുന്നേ ജിപ്സി ഓടിച്ചിട്ടുണ്ടായിരുന്നു പണ്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഓടിച്ചപ്പോൾ എനിക്ക് ഒത്തിരി കംഫർട്ടബിൾ, ഭയങ്കര ഒരു ത്രില്ല് പോലെ എനിക്ക് ആ ഒരു ഇത് കിട്ടിയായിരുന്നു. അപ്പോൾ ആ ഒരു എന്തുണ്ടല്ലോ, നമുക്ക് ഒരു ടേസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മാറുന്ന ഒരു ഇതിലുണ്ട്. അപ്പം അങ്ങനെയാണ് ഞാൻ ജിപ്സിയിലേക്ക് വന്നത്. ജിമ്നി വന്നു, അല്ല പക്ഷേ മറ്റേ ഇത് താറിലേക്ക് വന്നു. താറിന്ന് ജിപ്സിയിലോട്ടായി. അന്നേരം ജിമ്നിയുടെ കാര്യം കേട്ടു. പിന്നെ ജിപ്സി. അപ്പോൾ അന്ന് തൊട്ടേ ജിമ്നിയുടെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു ഇന്ത്യയിൽ വരാനായിട്ട്? അതെ. ഐ വാസ് വെയിറ്റിംഗ് ആക്ച്വലി. ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഞാൻ അന്നേരം ലോഞ്ച് ചെയ്ത് ഭയങ്കര ഒരു കോളിക്കം സൃഷ്ടിച്ചാണ് ഇത് വന്നത്. അത് കഴിഞ്ഞപ്പം ഭയങ്കര ഒരു ഇതുപോലെ വെയിറ്റിംഗ് പീരീഡ്. അങ്ങനെ ഞാൻ ഓഗസ്റ്റിൽ ഞാൻ കൊടുത്തു. അതായത് 2-3 സ്ഥലങ്ങളിൽ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ് 8 months, 9 months, 6 months, 7 months എന്നൊക്കെ പറയും. അങ്ങനെയാണ് ഇവിടെ സൈസ് സർവീസിന് തെള്ളകത്ത് പോയി. ഓക്കെ. അപ്പോൾ അവർ പറഞ്ഞു, സർ ഓക്കെ ട്രാൻസിറ്റിൽ ഉണ്ടെങ്കിൽ ഞങ്ങൾ പറയാം, അത്രേ ഞങ്ങൾക്ക് ഗ്യാരണ്ടി ഉള്ളെന്ന് പറഞ്ഞു. ബട്ട് എനിക്ക് ഒരു 1 month എനിക്ക് ഡെലിവറി കിട്ടിയായിരുന്നു. ഓക്കെ. അപ്പോൾ ഓഗസ്റ്റിൽ ബുക്ക് ചെയ്ത് ട്രാൻസിറ്റിൽ കിടന്ന ഇത്
ബ്ലൂയിഷ് ബ്ലാക്ക് ആയിരുന്നു എനിക്ക് കിട്ടിയത്. ആയിരുന്നു ആയിരുന്നു അതിലേക്ക് നമുക്ക് വരാം. അപ്പം ബ്ലൂയിഷ് ബ്ലാക്ക് ആയിരുന്നു. അപ്പോൾ എന്നോട് ആദ്യം കൂടി ചോദിച്ചു, സാറേ റെഡി ടു ഡെലിവർ ഒരു സാധനമുണ്ട്, പക്ഷേ വൈറ്റ് ആണ്. ഞാൻ പറഞ്ഞു വൈറ്റിനോട് എനിക്ക് താല്പര്യമില്ല, ഓൾറെഡി ഡിസയർ വൈറ്റ് ആയിരുന്നു, അതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല. ഓക്കെ. പക്ഷേ ടോപ്പ് പോർഷൻ വൈറ്റ് ആണെങ്കിൽ താല്പര്യമുണ്ടെന്ന്. ആൽഫ അല്ല ടോപ്പ് ഇതിൻ്റെ റൂഫ് ഭാഗം റൂഫ് ടോപ്പ് വൈറ്റ് ആണെങ്കിൽ എനിക്ക് താല്പര്യമുണ്ട്. പക്ഷെ നിങ്ങളത് പ്രൊവൈഡ് ചെയ്യുന്നില്ല, നിങ്ങളെ ബ്ലാക്ക് അല്ലേ കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അത് സാറേ അത് ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു ഓക്കെ എനിക്ക് ബ്ലൂയിഷ് ബ്ലാക്ക് മതി എന്ന് പറഞ്ഞു. ബ്ലൂയിഷ് ബ്ലാക്കിൻ്റെ സാധനം വന്ന് അവർ ഡെലിവറി ഇത് കാണിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇതിന് ക്ലാഡിങ് ഇങ്ങനെ ഉള്ളോ? അതുപോലെ ഒരു അതെ. അപ്പം ഇത് മാച്ച് ആവുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു ഇതൊന്ന് ഇത് ചെയ്താൽ എങ്ങനെ ഇരിക്കും ഒന്ന് കാണിക്കാവോ? അപ്പം അവർ ഫോട്ടോഷോപ്പ് ചെയ്ത് കാണിച്ചു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞു. ഏത് ഈ കളർ സിൽവറിൻ്റെ. അപ്പം എനിക്ക് ടോപ്പ് പോർഷൻ വൈറ്റും ഞാൻ ചോദിച്ചു. അപ്പം അങ്ങനെ അവർ ഫോട്ടോഷോപ്പ് ചെയ്തപ്പം ഞാൻ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല ഓക്കെ. അപ്പം ഞാനത് ഫിക്സ് ചെയ്തു. അങ്ങനെയാണ് ഞാൻ 3 ടോൺ ആക്കിയത്. അപ്പം ഈ കളറിലാണ് ഡെലിവറി എടുത്തത്? അതെ. അതൊരു എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ശരിക്കും. അങ്ങനെ ഒരു സിംഗിൾ കളറിൽ വരുമ്പോൾ എന്നെ ഒരു ചെറിയ ഒരു ഇതാണ് ക്യൂട്ട്നെസ്. ഇതാകുമ്പോൾ കുറച്ചുകൂടെ വൈഡായിട്ട് തോന്നി. അപ്പോൾ അവർ തന്നെ പറഞ്ഞു കുഴപ്പമില്ല ഇച്ചിരൂടെ വൈഡായിട്ട് തോന്നിയെന്ന് പറഞ്ഞു. കുറേ ഇവിടെ റോഡ് പ്രസൻസ് ആയിട്ടുണ്ട് എന്തായാലും, ശ്രദ്ധിക്കും ആളുകൾ. അങ്ങനെയൊക്കെ ജിമ്നിലേക്ക് വന്നു. വെയിറ്റിംഗ് പീരീഡ് ഇല്ലായിരുന്നു. വേരിയന്റ് ഏതാണ്? ഇത് ആൽഫ വേരിയന്റ് ആണ്, മാനുവൽ. ഓക്കെ. അത് എത്രയായി ഓൺ റോഡ് പ്രൈസ്? എല്ലാം കൂടെ 17 ആയിട്ടുണ്ട്. ഓക്കെ. പിന്നെ പെയിന്റിങ്ങിനൊക്കെ 40,000 ആയിട്ടുണ്ട്. അത് എക്സ്ട്രാ ആണ്. ഷോറൂമിൽ നിന്ന് തന്നെയാണ്. ബോഡി ഷോപ്പിംഗ് ആകുമ്പോൾ പറയാമല്ലോ. അതിൻ്റെ കൂടെ എനിക്കൊരു ആഡ് ഓൺ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞിട്ടാണ് കമ്പനി ഒരു ഇടിവെട്ട് സാധനം ഓഫർ കൊണ്ടുവന്നു. 2 lakhs ഡിഫറൻസ് ആണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ചങ്കില് പഞ്ഞു വെച്ചാൽ കത്തുന്ന രീതിയിലായിരുന്നു. അതായത് ഈ 17 lakhs വേരിയന്റ് 15 lakhs ഇപ്പോൾ കിട്ടും. എക്സാക്ട്ലി. അപ്പം ഈ ഇതും കൂടെ മാറ്റി കഴിയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സത്യം. അപ്പം ഓൾമോസ്റ്റ് 3 lakhs ഇതിലാണ് ഞാൻ നിൽക്കുന്നത്. മനസ്സിലായി. അപ്പം അങ്ങനെ ഒരു ഇത് എന്തുകൊണ്ടാണ് കമ്പനി അങ്ങനെ ഓഫർ ചെയ്തെന്നുള്ളത് അറിയില്ല. എല്ലാം മിക്ക ബ്രാൻഡ്സിനും ഇപ്പം MG കോമറ്റ് ടിവിയുടെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ യൂസറും കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് പറഞ്ഞു 10,000 rupees ഓഫർ വെച്ചിട്ടാണ് അവർ വണ്ടി എടുത്തത്. ഇൻട്രൊഡക്ടറി ഓഫേഴ്സ് വെച്ചിട്ട്. ഇൻട്രൊഡക്ടറി ഓഫറൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ അതേണ്ട 1 ലക്ഷം രൂപ കുറച്ചിരിക്കുന്ന വണ്ടിക്ക്, ഓരോ വണ്ടിക്ക്. അപ്പം 10,000 ഓഫ് പോയി എടുത്തവരും ഇപ്പം ഓരോ ഓഫും ഇല്ലാതെ 1 ലക്ഷം രൂപ ഡിസ്കൗണ്ടിലാണ് ആൾക്കാർ എടുക്കുന്നത്. അത് പല വണ്ടികളുടെയും പ്രൈസ് ഇതൊക്കെയാണ്. അതെ. അപ്പം അറിയാൻ എനിക്ക് കിട്ടിയ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ 2023 മാനുഫാക്ചറിങ് ആയിട്ടുള്ള സംഭവം എന്താണെങ്കിലും അത് 2 lakhs മാർജിൻ. മറ്റേത് 50,000 മാർജിനേ ഉള്ളൂ 2024. ബട്ട് യു ഹാവ് ടു വെയിറ്റ് ഫോർ മാർജിൻ. വെയിറ്റിംഗ് പീരീഡ് എപ്പോഴും ഉണ്ട്. അതുപോലെ വെയിറ്റിംഗ് പീരീഡ് ഇല്ലെങ്കിൽ സർ റെഡി ഫോർ 2023. ആർ യു റെഡി? വിൽ ഗിവ് യു 2 lakh. അതാണ്. അപ്പം അവിടെയാണ് ഇതിൻ്റെ ഇത്. അപ്പം മാനുഫാക്ചറിങ് 2023 ഉള്ളത് ഇതാണ്. ഓക്കെ. അപ്പം ജിമ്നി എടുത്തതിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അതെ. ഇനിയും ചോദിക്കാനുള്ളത് ഇത് എങ്ങനെ ഫീൽ ചെയ്യുന്നു? പ്രാക്ടിക്കൽ വെഹിക്കിളായിട്ട് ഫീൽ ചെയ്യുന്നു? താർ ഓടിച്ചിട്ട് ഇത് ഓടിച്ചപ്പം എന്താണ് വ്യത്യാസം തോന്നിയത്? ഇത് തന്നെ എടുത്തതാണ് നല്ലത് എന്ന് തോന്നിയോ എന്നുള്ള കാര്യങ്ങൾ? അത് പറയുകയാണെങ്കിൽ താറിൻ്റെ കുറേ ഒരു ഗുഡ് എന്ന് വെച്ചാൽ അതിൻ്റെ ടോർക്ക് നല്ലതാണ്. റോഡ് പ്രസൻസ് അതുപോലെ തന്നെ. അതായത് റോഡിൽ കൂടെ നമ്മളെ സ്മാഷ് ചെയ്ത് നല്ല സൂപ്പർ ഡിസൈൻ ഒക്കെ അല്ലേ? അതെ. ഓവർടേക്ക് ചെയ്ത് നല്ല അത് നല്ല ടോർക്കാണ് റോഡിൽ. ബട്ട് കമ്മിങ് ടു ഓഫ് റോഡ് വെരി മച്ച് കംഫർട്ടബിൾ ജിമ്നി ആണ്. അത് ഭയങ്കര കോൺഫിഡൻസ് ആണ് എന്തായാലും. അത് നമുക്ക് പറയാൻ പറ്റില്ല. വണ്ടി ആയതുകൊണ്ടാണോ ഫീൽ ചെയ്യുന്നത്? അതായത് കുറച്ചുകൂടെ ഈസി ആയിട്ടെല്ലാം ചെയ്യാൻ പറ്റുന്നു തോന്നുന്നു. അതായത് മാനറിസം ഈസിയാണ്. പക്ഷേ എൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ ഞാൻ സ്പെക് വീൽ
ആണ് ഇപ്പോഴും യൂസ് ചെയ്തിരിക്കുന്ന സ്റ്റോക്കാണ്, സ്റ്റോക്കിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല. സ്റ്റോക്ക് വീൽ ഇപ്പോഴും അപ്ഗ്രേഡ് ചെയ്ത്. അതെന്തുകൊണ്ട് അപ്ഗ്രേഡ് ചെയ്യാൻ തോന്നാഞ്ഞത്? ഞാൻ ആക്ച്വലി വിചാരിച്ചത് എൻ്റെ ഒരു മൈലേജ് കിട്ടിക്കഴിഞ്ഞ് ചെയ്യാം, പക്ഷേ അത് നത്തിങ്, അതിനകത്ത് ഒരു വ്യത്യാസമൊന്നുമില്ല. പക്ഷേ കുറച്ചുകൂടെ ഇത് ഓടിക്കഴിഞ്ഞിട്ട് അപ്ഗ്രേഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഒരു മോർ ദാൻ 10,000 കഴിയുമ്പോൾ 215 അപ്ഗ്രേഡ് ചെയ്യാം. പക്ഷേ എൻ്റെ ഒരു റിക്വസ്റ്റ് ഇതാണ്, പക്ഷേ എന്തുകൊണ്ട് കമ്പനി 215 കൊടുക്കുന്നില്ല? അതാണ് ശരിക്കും പറഞ്ഞാൽ വേണ്ടത്. വണ്ടിയുടെ ലുക്ക് ഒന്ന് വേറെ തന്നെ ആകും. വേറെ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഓൾറെഡി ഞാൻ ഇത്രയും ഇത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് കുറച്ചുകൂടെ സ്റ്റോക്ക് വീല് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാൻ വിചാരിച്ചു. അതെ അതെ, അങ്ങനെയാണ്. ഓക്കെ, അങ്ങനെ ഓഫ് റോഡിങ് ഒക്കെ ചെയ്യാറുണ്ടോ? ഓഫ് റോഡിങ് ചെയ്തിട്ടുണ്ട്. ഉളുപ്പണി പോയി, വാഗമൺ അവിടെയൊക്കെ ചെയ്യാറുണ്ട്. അതിൽ ഈ വീൽ ബേസ് കൂടുതലായതിൻ്റെ പ്രശ്നങ്ങളുണ്ടോ താറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ? ഉണ്ട്, പ്രശ്നമുണ്ട്. ഓക്കെ, അതെന്ന് വെച്ചാൽ വീൽ ബേസ് കൂടുന്നതിൻ്റെ മാത്രമല്ല, നമുക്ക് ആർട്ടിക്കുലേഷൻ്റെ വ്യത്യാസം ഒത്തിരി, ഈ ഹൈറ്റിൽ ഒത്തിരി വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ടേണിംഗ് റേഡിയസ് ശകലം കുറവാണ്. ഇത്രയും ലെങ്ത് കൂടിയതിൻ്റെ അതെ, കുറച്ച് നമ്മൾ മുന്നോട്ടും പുറകോട്ടും എടുത്ത് വേണം പോകാൻ. അത് ഈ 8000 ഓടിച്ചപ്പോഴത്തേക്ക് കയ്യിലായോ? അത് കംഫർട്ടബിൾ ആയി, അത് പ്രശ്നമൊന്നും തോന്നുന്നില്ല. പിന്നെ അപ്രോച്ച് ആംഗിൾ, ഡിപ്പാർച്ചർ ആംഗിൾ അതൊക്കെ ഓക്കെ ആണല്ലോ? അത് വെരി മച്ച്, അത് ഭയങ്കര ഒരു കോൺഫിഡൻസ് തരുന്നുണ്ട്. ഓക്കെ, നമ്മൾ വണ്ടി ഒന്ന് തിരിച്ചിട്ടു. ഈ വണ്ടി ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇടാൻ തോന്നുന്നത്, നേരെ ഇട്ട് ഷൂട്ട് ചെയ്യാൻ തോന്നുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ സാഹസങ്ങളൊക്കെ കാണിച്ച്, വലിയ സാഹസമാണെന്ന് പറഞ്ഞതല്ല, സാഹസങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരിക്കുമല്ലോ. ഉണ്ട്, വീഡിയോ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ഞാൻ വീഡിയോയുടെ ഇടയ്ക്ക് കാണിക്കാം. ഓക്കെ, ഈ വണ്ടിയുടെ ഡിസൈനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ്, ഏത് ഭാഗമാണ്? ഡിസൈൻ കുറച്ചുകൂടെ ആ ഗ്രില്ലാണ് എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടത്. ഗ്രില്ല് ചേഞ്ച് ചെയ്യാൻ അപ്പോൾ ഉദ്ദേശിക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ വെച്ചത്. എന്നോട് ചോദിച്ചായിരുന്നു മാറ്റണം, ഞാൻ പറഞ്ഞു ഇല്ല, അതൊരു 5 ഗ്രില്ലല്ലേ, അതൊരു വെറൈറ്റിയാണ്, ഇഷ്ടപ്പെട്ടു. പക്ഷെ അതിനകത്ത് കുറച്ചുകൂടെ ബ്ലാക്ക് ആഡ് ചെയ്യുമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ട് വന്നേനെ. പക്ഷെ ഓക്കെ, അത് വേണേൽ നമുക്ക് പിന്നീടാണെങ്കിലും ചെയ്യാം. അതെ. പിന്നെ വണ്ടിയും കൊണ്ട് ലോങ് ഡ്രൈവ് എവിടെ വരെ പോയി? ഞാൻ ആക്ച്വലി പറയുകയാണെങ്കിൽ കാസർഗോഡ് പോയി, ട്രിവാൻഡ്രം പോയി, അങ്ങനെ K2K അടിച്ചിട്ടുണ്ട്. അതെ, സോറി T2K. അതെ. അപ്പം അതിലെ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? മീൻസ് ഒരു ഫാമിലി കാറായിട്ട് ഇത് കൊണ്ട് നടക്കാൻ പറ്റുമെന്ന് തോന്നിയോ? അത് സ്വിഫ്റ്റ് ഡിസയർ സെഡാനാണ്, അതിൽ പോകുന്ന കംഫർട്ടുമായിട്ട് എന്തുമാത്രം വ്യത്യാസമുണ്ട് ഇത്? ആക്ച്വലി പറയുകയാണെങ്കിൽ എല്ലാവരും ചോദിക്കുന്നത് ഓട്ടോമാറ്റിക് ആണ്, കംഫർട്ടബിൾ ആണ്. പക്ഷേ ഇത് ജിമ്നിയുടെ കേസിൽ ടയർഡ്നെസ് എന്ന് പറഞ്ഞ സംഭവമില്ല. ഓക്കെ, റിയലി എൻജോയ്ഡ്. 4 hours അല്ല 5 hours എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ്ലി ഓടിക്കാം. അത് ഒരു പ്രശ്നമില്ല, വൺ ഷോട്ട് പോയി വരുന്നതിന് ഒരു പ്രശ്നമില്ല. ഓക്കെ, പക്ഷേ ഡിസയർ ഞാൻ യൂസ് ചെയ്തിരുന്നപ്പം തിരിച്ചു വരുമ്പോൾ എക്സോസ്റ്റ് ആവും. ഓക്കെ, ഈവൻ ഓട്ടോമാറ്റിക് ആയിട്ട് കൂടി. പക്ഷെ ആ ഒരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് കുറച്ചുകൂടെ ഹൈറ്റുള്ള പൊസിഷൻ ഉണ്ട്, സീറ്റിംഗ് പൊസിഷൻ കംഫർട്ട് ആണ്, വിസിബിലിറ്റി ഭയങ്കരമാണല്ലോ. പിന്നെ അത് മാത്രമല്ല, എന്താ പറയുക, ഈ ടോർക്കിൻ്റെ ഒന്നും എനിക്കിപ്പം അത് ചിന്തയില്ല. കാരണം വെച്ചാൽ അതൊക്കെ ഒന്നുമില്ല, നമ്മൾ ഡ്രൈവർ ഡെയിലി യൂസ് ചെയ്യുമ്പം അതിൻ്റെ വ്യത്യാസം വരും, അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ AC ഗുഡ് ആണ്, അപ്പം അതാണ് ഇച്ചിരൂടെ നമുക്ക് ഇത് കിട്ടുന്നു, കംഫർട്ടബിൾ ആണ്. ഓക്കെ, അപ്പം അത്രയും കിലോമീറ്റർ ദൂരമൊക്കെ യാത്ര ചെയ്തു. ഫാമിലി ഒക്കെ ഉണ്ടായിരുന്നു? ബാക്കിൽ ആളുണ്ടായിരുന്നു. അവരുടെ കംഫർട്ട് എങ്ങനെയായിരുന്നു? അവർക്കും കുഴപ്പമില്ലായിരുന്നു. അത് ഈവൻ എൻ്റെ പേരൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ നിയറിങ് 80 ആണ്. ഓക്കെ, സോ അവർക്കും ഒരു കംഫർട്ടബിൾ ആണ്. അവർ ആദ്യം ജീപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീ എന്തിനാണ് ജീപ്പിന് പോയത്? കാർ എടുക്കില്ലായിരുന്നു? കാർ എടുത്ത് ഇത്രയും കാശ് മുടക്കി ജീപ്പ് കഴിഞ്ഞു. ഞാൻ പറഞ്ഞ ആ ജീപ്പിൽ കയറി നോക്കൂ, ഇത് വേറെ സാധനം അല്ലേ. അപ്പം അവർ വന്ന് ആക്ച്വലി എൻ്റെ സിസ്റ്ററിൻ്റെ അവിടെയായിരുന്നു ആ സമയത്ത് ഞാൻ ബുക്ക് ചെയ്ത സമയം. ഓക്കെ, ആ ഡെലിവറി ടൈമിൽ അവരില്ലായിരുന്നു ഇവിടെ. അപ്പം അവർ വന്ന് അവരെ പിക്ക് ചെയ്യാൻ പോയിട്ട് അവർ കയറി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഓക്കെ, നൗ ഐ കുഡ് റിയലി ഇമാജിൻ ചൂസ് കംഫർട്ടബിൾ. അവിടെ തന്നെ അവർ സെറ്റായി. അപ്പം സോ
ദേ ആർ ഓൾ ഹാപ്പി. ഓക്കെ, അപ്പോൾ ഫാമിലി റൈഡിൽ ഏജ്ഡ് ആയിട്ടുള്ളവർ യാത്ര ചെയ്തിട്ട് തന്നെ ഹാപ്പിയാണ് എന്നാണ് ഫീഡ്ബാക്ക് കിട്ടിയത്. ലോങ് ഡ്രൈവിൽ കിട്ടിയ മൈലേജ് എത്രയായിരുന്നു? എനിക്ക് മാക്സിമം കിട്ടി 13.8 വരെ കിട്ടിയിട്ടുണ്ട്. അതായത് ഈ പറഞ്ഞ നമ്മൾ വീഡിയോയ്ക്ക് മുമ്പേ സംസാരിച്ചിരുന്നു, അപ്പോൾ റീസെറ്റ് ചെയ്യാറില്ല എന്ന് പറഞ്ഞു. റീസെറ്റ് ചെയ്യാതെ അന്ന് തൊട്ടുള്ള ആവറേജ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. 13.8 അന്ന് തൊട്ടുള്ള ആവറേജ്. ലോങ് ടേമിൻ്റെ ആവറേജ് എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി 16+ ഒക്കെ ക്രോസ് ചെയ്തിട്ടുണ്ട്, ഓഫ് റോഡിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെ ആവറേജ് ആണ് ഈ 13.8 സിറ്റി യൂസ്. ഇപ്പം വന്നിട്ട് 12.5 നിൽക്കുന്നത്. അതെ, ഇപ്പോഴോ? ഇപ്പം ഓക്കെ, അന്നത്തേതാണ് ഞാൻ പറഞ്ഞത്. അതായത് ലോങ് ഡ്രൈവ് പോയി ടൈമിൽ ആവറേജ്. ലോങ് ഡ്രൈവ് മാത്രമാണോ പറഞ്ഞത്? അല്ല, ആ ടൈമിലല്ല, അതുവരെ ഉള്ളത്. അതെ, ഓക്കെ. അപ്പം ഞാൻ ഒരു 1 month ബിഫോർ ആയിരുന്നു അത് പോയത്. അപ്പം അത് അന്നേരമാണ് എനിക്ക് 13.8. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ ലോക്കൽ ഭയങ്കരമായിട്ട് അതാണ് കൂടുതലും. ഇപ്പം നമ്മൾ കയറി വന്നിരിക്കുന്ന സ്ഥലവും അത്യാവശ്യം പക്ക ലോക്കലാണ്. ആ ഒരു കയറ്റൊക്കെ കയറി നല്ലൊരു ടെറൈനിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം 12.5 ഇപ്പം കിടക്കുന്നത്. അപ്പോൾ റീസെറ്റ് ചെയ്ത് നോക്കിയാൽ 15+ കാണുമെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടാവും. ഓക്കെ. ഒരാങ്കിലെങ്കിലും ഫ്ലാറ്റ് ടെറൈനിലുണ്ടേ, അതിന് വേണ്ടി ഞങ്ങളൊന്ന് സ്ട്രൈറ്റ് ഇട്ടേക്കാണ്. എന്നിട്ട് ബാക്കി സംസാരിക്കാം നമുക്ക് അല്ലേ. ഫസ്റ്റ് സർവീസിൻ്റെ കോസ്റ്റ് എത്രയായിരുന്നു? ഫസ്റ്റ് സർവീസ് ആക്ച്വലി സർവീസ് അല്ല, ആക്സസറീസ് ആയിരുന്നു. സർവീസ് അല്ല, ആക്സസറീസ് ആയിരുന്നു. കാരണം കുറച്ച് ആക്സസറീസ് പെൻഡിങ് ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ ആഡ് ഓൺ ചെയ്ത് ഒരു നിയർലി ലെസ് ദാൻ 9,000. ഓക്കെ, അതിൽ സർവീസിൻ്റെ കോസ്റ്റ്? സർവീസ് ഫ്രീ ആയിരുന്നു, പക്ഷേ അതിനകത്ത് മറ്റ് കാര്യങ്ങളൊന്നും ചെയ്തില്ല. ചെക്കപ്സ് മാത്രമേ ഉള്ളൂ. സെക്കൻഡ് സർവീസിന് വന്നപ്പം അവർ ഓയിൽ ചേഞ്ച്, വിച്ച് ഈസ് ആക്ച്വൽ ഫോർ സർവീസ് അല്ലേ? അപ്പം അത് ഓയിൽ ചേഞ്ച് വന്നു. പിന്നെ മറ്റ് കാര്യങ്ങൾ നോർമൽ ചെക്കപ്പ്. പിന്നെ അന്നേരമാണ് എനിക്ക് റൂഫ് ബാർ കിട്ടിയത്. ഓക്കെ, അതുവരെ ഇല്ലായിരുന്നു. അപ്പം അത് വന്നപ്പം അത്യാവശ്യം കോസ്റ്റ്ലി ആണ്. എത്രയാണ്? 35 ആയി. 35,000 ആ ഒരു ക്രോസ് ബാറിന് 2 ഓക്കെ, 17+ ഒരെണ്ണം. ഓക്കെ, അപ്പം അതാണ് മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻ വന്നത്. അപ്പം അത്ര സമയം എടുത്തു അത് ആക്സസറീസ് ഒക്കെ ആയി വരാൻ. അപ്പം അത് ഒരു ലാക്കിങ് ആയിരുന്നു ശരിക്കും പറഞ്ഞു. പിന്നെ സർവീസ് കോസ്റ്റ് 2,000 ആ റേഞ്ച് അത്ര ആയിട്ടുള്ള, ഓയിൽ ചേഞ്ച് എല്ലാം കൂടെ. ഓക്കെ, ഇനി തേർഡ് സർവീസ് വരുന്നു. എത്രയാണ് എക്സ്പെക്റ്റഡ് കോസ്റ്റ്? ലെസ് ദാൻ 5 ആ റേഞ്ച് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. ഡെഫിനറ്റ്ലി. ഓക്കെ, ആക്ച്വലി എനിക്കൊരു ഫീഡ്ബാക്ക് ഉള്ളതെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് സർവീസ് ബുക്ക് എന്ന് പറയുന്ന സംഭവമില്ല. യു കനോട്ട് വെരിഫൈ സർവീസ് ഹിസ്റ്ററി ഇവിടെ. ജിംനിക് എസ്പെഷ്യലി. അപ്പം ഒരു സുസുക്കി ഓട്ടോ കണക്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്, ആപ്പുണ്ട്. പക്ഷേ ഫോർ ദിസ് ഇറ്റ്സ് നോട്ട് ബിൽറ്റ്. ഓക്കെ, ഐ ഹാവ് ടു പർച്ചേസ്. ദാറ്റ് കോസ്റ്റ് മീ അറൗണ്ട് 3,000 again. ഒരു ആപ്പ് പർച്ചേസ് ചെയ്യാനല്ലേ? ഐ ഹാവ് ടു പർച്ചേസ്. അപ്പം അതൊരു എനിക്കൊരു ഫീഡ്ബാക്കാണ്. ശരിയായ നടപടിയാണെന്ന് തോന്നുന്നില്ല. ഡെഫിനറ്റ്ലി. കാരണം കംപ്ലീറ്റ് എല്ലാ ഇതുമുണ്ട്, ഓട്ടോമണസുമാണ് കാര്യങ്ങളെല്ലാം എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ ഇതും കൂടെ എന്തുകൊണ്ട് അവർ കമ്പനി അത് കൊടുക്കുന്നില്ല? പക്ഷേ വിറ്റാരയ്ക്കൊക്കെ അത് ഡിഫോൾട്ടാണ്. മനസ്സിലല്ലേ? കാരണം വെച്ചാൽ ഞാൻ ബ്ലാങ്ക് ഔട്ടാണ്. എൻ്റെ സർവീസ് ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിക്ക് ഉണ്ടാവാം, ഡേറ്റ ഉണ്ടാവും, ബട്ട് ആസ് എ കസ്റ്റമർ ഐ ഡോണ്ട് നോ. ഓക്കെ, അതൊരു ഇതായിട്ട് തോന്നി. ഇനിയും നെഗറ്റീവ്സ് കാര്യങ്ങൾ ചോദിക്കുന്നതിലൊരു നെഗറ്റീവാണ് ഇപ്പോൾ പറഞ്ഞത്. എങ്കിലും ബാക്കി നെഗറ്റീവ്സ് എന്തൊക്കെ ഇത്രയും കിലോമീറ്റർ ഓടിച്ചിട്ട് ജിംനിയിൽ ഫീൽ ചെയ്തിട്ടുണ്ട്? നെഗറ്റീവ് വേറെ എന്ന് വെച്ചാൽ ഞാൻ പറയില്ല, ഒരു ഇപ്പം മുന്നോട്ട് പോകുമ്പോഴേ എനിക്ക് അറിയത്തുള്ളൂ. ബട്ട് കംഫർട്ടബിൾ, നമ്മൾ ആ സീറ്റിംഗ് പൊസിഷനിൽ ഇരുന്ന് കഴിയുമ്പോൾ എല്ലാം മറന്നു പോകും. അത് ആക്ച്വലി ഈ അപ്പം ഒരു പഞ്ച് കൊടുക്കേണ്ട ഒരു കാര്യം അതല്ല. സർവീസ് ഹിസ്റ്ററി സർവീസുമായിട്ട് അവർ അപ്രോച്ച് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു വ്യത്യാസം വരിക. അല്ലെങ്കിൽ അവർ കീപ് ദം എസൈഡ്, ദിസ് ഈസ് ക്യൂട്ട് ബോയ്. ഓക്കെ, അത് മാത്രമേ ചിന്തിക്കുകയുള്ളൂ. അതെ, നമ്മൾ ആ റൈഡ് പൊസിഷനിൽ ഇരുന്ന് കഴിയുമ്പം എല്ലാം മറക്കും. ഓക്കെ, അതാണ്. അല്ലാതെ ഈ ഒരു 17 lakhs വേരിയന്റിൽ ഇല്ലാതെ പോയ കുറച്ച് കാര്യങ്ങളെന്ന് തോന്നിയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ? ഞാൻ മുമ്പേ പറഞ്ഞ സ്റ്റോക്ക് വീൽ,
അത് ശരിക്കും 215 ആണ് ശരിക്കും. അത് കമ്പനി വിചാരിച്ചാൽ നടക്കാവുന്ന കാര്യങ്ങളുള്ളൂ. ഒരു ടോപ്പ് വേരിയൻറ്റ് പോലും എങ്കിലും വേണം. ഇപ്പോൾ ഈ പറഞ്ഞ സ്വിഫ്റ്റിന് വരെ ടോപ്പ് വേരിയൻറ്റിന് 185 ആണ് ടൈ സൈസ് വരുന്നത്. എക്സാക്ട്ലി. അപ്പം എന്തുകൊണ്ട് അയക്കിക്കൂടാ? പിന്നെ റിക്വസ്റ്റ് ചെയ്ത് ക്ലാഡിങ്ങും അവർക്ക് അത് ചെയ്യാവുന്ന വേറെ കളർ വേരിയൻസ് ചെയ്ത് കൊടുക്കാം. ചിലപ്പോൾ ആ ഒരു ഓതന്റിക് ലുക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അതിൻ്റെ ഒരു ഇതായിരിക്കും വാട്ടവർ. പക്ഷേ അത് ഇഫ് യു മെയിൻറ്റെയിൻ ഇറ്റ് വിൽ ഗോസ് അല്ലേ. അപ്പോൾ അത് എൻ്റെ ഒരു യൂസറിൻ്റെ ഇതിന് വിട്ടുകൊടുക്കുക. പക്ഷെ അത് നന്നായിട്ട് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ നല്ല ഇതല്ലേ. അതേ ഉള്ളൂ, അത് മാത്രമേ ഉള്ളൂ. പിന്നെ വേറെ തോന്നിട്ടില്ല ഇല്ല. ഓക്കെ. അപ്പം സജഷൻസ് എന്തെങ്കിലും പറയാനുണ്ടോ? പുതിയതായിട്ട് ഇപ്പം 5 ഡോർ താർ വരുന്നു, അതിൻ്റെ 5 ഡോർ ജിംനി ഉണ്ട്. ഇപ്പോൾ 5 ഡോർ താർ ഇറങ്ങുമ്പോൾ ചേട്ടന് തോന്നുമോ അതെടുത്താൽ മതിയായിരുന്നു എന്ന് തോന്നാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ ടെസ്റ്റ് ട്രൈ ചെയ്തിട്ടില്ല. പക്ഷേ കംഫർട്ടബിലിറ്റി നോക്കുമ്പം ബോത്ത് ആർ സെയിം, ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതാണെന്നുള്ളതുള്ളൂ. ഇതിന് വെയിറ്റ് കുറവനുസരിച്ചുള്ള പവർ ഉണ്ട്, അതിന് വെയിറ്റ് കൂടുതലായതുകൊണ്ട് അതിനനുസരിച്ചുള്ള പവർ കുറവുണ്ട്. പക്ഷേ ടോർക്കുണ്ട്. അതിൻ്റെ അതെ വലിയ വ്യത്യാസം ഒന്നും പറയാനില്ല. ഡെയിലി യൂസിൽ എന്തുമാത്രം അത് യൂസ്ഫുൾ ആകുന്നുള്ള കാര്യം മാത്രമാണ് നമ്മുടെ ഇത്. അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് കൊണ്ടു നടക്കാനുള്ള കമ്പാനിയൻഷിപ്പ് വെരി ഗുഡ്. പാർക്കിങ്ങിനും അതെ അതെ. പിന്നെ പാർക്കിംഗ് മാത്രമല്ല, ഫൺ ഡ്രൈവിങ്. ശരിക്കും നമ്മളിട്ട് ഇതും കൂടെ ഉണ്ടെങ്കിൽ ശരിക്കും നമുക്ക് ഫൺ ഡ്രൈവിംഗ് ആണ്. ഏത് സ്റ്റിയറിംഗിൽ ഒരു നോബ്സ് വരുമ്പോൾ സേഫ് അല്ലെന്ന് പറയുന്നു. അതെ. പക്ഷേ ഓഫ് റോഡിങ്ങിന് അതാണ് ഏറ്റവും ഇത് കൊടുക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ വേണം, വേണ്ട ഒരു കാര്യമാണെന്ന് തോന്നുന്നു. അതെ. പക്ഷെ അതൊന്നും സ്റ്റാൻഡേർഡ് ഇതല്ല ഞാൻ പറഞ്ഞ. മനസ്സിലായി. വെരി ഗുഡ്. ഓക്കെ. അപ്പം അതൊക്കെയാണ് ജിംനി ആൽഫ വേരിയൻ്റ് അല്ലേ, മാനുവലിനെ പറ്റി യൂസർ എക്സ്പീരിയൻസിൽ പറയാനായിട്ടുള്ളത്. ഏകദേശം 9000 കിലോമീറ്റേഴ്സ് ആകാറായിട്ടുള്ള വണ്ടിയാണ്. ഇതുവരെയുള്ള എക്സ്പീരിയൻസിൽ നല്ല ഒപ്പീനിയൻ തന്നെയാണ് വണ്ടിയെ പറ്റി. അതെ. അപ്പം താങ്ക് യു സോ മച്ച്. വളരെ നന്ദി. നല്ലൊരു യൂസർ എക്സ്പീരിയൻസ് നമുക്കായിട്ട് തന്നു. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇതുപോലുള്ള യൂസർ എക്സ്പീരിയൻസ് വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.